ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വരികൾ വളരെ പ്രശസ്തമാണ്. ദി നോബ്ലസ്റ്റ് പ്ലഷർ ഈസ് ദി ജോയ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് ഇതിലെ അണ്ടർസ്റ്റാൻഡിങ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. മിസ്റ്റിക് ആയിരുന്ന ബാൽഷയം ടോവിനെ കുറിച്ച് വായിച്ചതാണ് ഈ കഥ. എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ ബാൽഷയം കുറേ നേരം ഒരു നദിക്കരയിൽ ഒറ്റയ്ക്ക് പോയിരിക്കുമായിരുന്നു. നിലാവെളിച്ചത്തിൽ പാലുപോലെ ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ജലത്തിലേക്കും അതിലേക്ക് നിശബ്ദമായി നോക്കിയിരിക്കുന്ന തന്നിലേക്കും കുറേ നേരം മനസ്സിനെ സമർപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോരും. അതായത് ഒരുതരം മെഡിറ്റേഷൻ. ഒരു സമ്പന്നന്റെ ബംഗ്ലാവിന് മുന്നിലൂടെ ആയിരുന്നു ബാൽഷയമിന്റെ എല്ലാ രാത്രിയിലെയും മടക്കം. എല്ലാ രാത്രികളിലും ഇത് ശ്രദ്ധിച്ചിരുന്ന ബംഗ്ലാവിന്റെ വാച്ചർക്ക് ഇത്തിരി കൗതുകം തോന്നി. ഒരു രാത്രി വാച്ചർ ബാൽഷയമിനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, ഈ പാതിരാത്രിയിൽ അങ്ങേക്ക് നദിക്കരയിൽ എന്താണ് പരിപാടി? ബാൽഷയം വാച്ചറോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്കിവിടെ എന്താണ് പരിപാടി? അയാൾ പറഞ്ഞു, ഞാൻ വെറും ഒരു വാച്ചറാണ്. ബാൽഷയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ഒരു വാച്ചറാണ്. വ്യത്യാസം ഒന്നേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു, ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുന്നു. അതായത് ഡാവിഞ്ചി പറഞ്ഞ മനസ്സിലാക്കലിന്റെ അർത്ഥം ബാൽഷയമിന്റെ ഈ നിരീക്ഷിക്കലാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമാനന്ദത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഡാവിഞ്ചി ഉദ്ദേശിക്കുന്നത്. അവനവന്റെ കഴിവുകളെ അറിയുക, അവനവന്റെ പരിമിതികളെ അറിയുക. ഏറ്റവും കൂടുതൽ മനുഷ്യർ സംഘർഷം അനുഭവിക്കുന്ന എവിടെയെന്നറിയാമോ? തങ്ങളുടെ പരിമിതികളിൽ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതിൻ്റെ പേരിലാണ്. സൗന്ദര്യം, നിറം, ഉയരം, തടി, മുടി തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്ത് അതിൻ്റെ പേരിൽ അപകർഷതാബോധം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വേറൊരുവന് നല്ലൊരു വീടുള്ളതിൻ്റെ പേരിൽ, കാറുള്ളതിൻ്റെ പേരിൽ, പ്രശസ്തി ഉള്ളതിൻ്റെ പേരിൽ, പദവിയുള്ളതിൻ്റെ പേരിൽ അസൂയ പൂണ്ട് അവനുമായി തന്നെ താരതമ്യം ചെയ്ത് അസ്വസ്ഥമായ മനസ്സുമായി ജീവിച്ചു തീർക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് എന്ന് ഒരാൾക്ക് ചിന്തിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം പരമസുഖമാണ്.